പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ, ഒരുപാട് പേരെ ഇപ്പോൾ ഈ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറയാറുണ്ട്. കടങ്ങൾ മാറാൻ, സിഹർ മാറാൻ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ്, രോഗങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ദുആ വസിയത്തുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് രോഗങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും ദുആ ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ ദുആ ോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ട ചില അള്ളാഹുവിൻ്റെ 2 ഇസ്മുകൾ, ആ ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വിശദമായി പറയാൻ പോവുകയാണ്. ഈ ഇസ്മുകൾ ഇനി പറയുന്ന രൂപത്തിൽ നിങ്ങൾ പറയാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീ പാറുന്ന വേഗത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു മാറ്റിത്തരും. കാരണം ഈ പറയുന്ന ഇസ്മുകൾ അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ ഈ പേരുകൾ എങ്ങനെ പറയണം, എത്ര പ്രാവശ്യം പറയണം, ഈ പേരുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ വിശദമായി ഒന്ന് കേട്ടാലോ? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ കരുതുക, എൻ്റെ പ്രശ്നങ്ങൾ മാറണം, എൻ്റെ പ്രയാസങ്ങൾ മാറണം. ഇൻഷാ അല്ലാഹ് അത് മാറാനുള്ള അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച, മുത്ത് റസൂലിൻ്റെ ഹദീസുകൾ പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് നേട്ടങ്ങളുള്ള അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ പ്രധാനപ്പെട്ട 2 പേരുകൾ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ 2 പേരുകൾ, ആ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ വിശദമായി കേൾക്കാം. അല്ലാഹു തആല ഇത് പറയാനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറയുന്നവർ, സങ്കടങ്ങൾ പറയുന്നവർ, രോഗത്തിൻ്റെ കാര്യം പറയുന്നവർ, അല്ലാതെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും സമാധാനവും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനി, അതുപോലെ അതായത് റബീഉൽ അവ്വൽ പകുതിയൊക്കെ വിട്ടുകടന്ന് നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് പകുതിയാക്കിയാൽ 2-ാം പകുതിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച ദിനത്തിലും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടം അമലുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളൊക്കെ എടുത്തു നോക്കിയാൽ വെള്ളിയാഴ്ച ദിനത്തിൽ ചെയ്യേണ്ട ഒരുപാട് പുണ്യമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ട്, അതല്ലാതെ സ്വലാത്തുകൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ് റബ്ബേ എത്രയോ സ്വലാത്തുകളാണ് ചൊല്ലിയത്. 1001 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ഓതാൻ പറഞ്ഞിരുന്നു, അതൊക്കെ ഓതിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ 5000ഉം 10000ഉം ഒക്കെ ആയി സ്വലാത്തുകൾ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ, പലതരത്തിലുള്ള സ്വലാത്തുകളും ദിക്റുകളും അതുപോലെ ഖുർആൻ പാരായണങ്ങളൊക്കെ ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും അല്ലാഹു തആല എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന് 99 പേരുണ്ട് എന്ന് നമുക്കറിയാം. അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയാവുന്ന, അല്ലെങ്കിൽ അത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന അത് ഓതുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ മനപ്പാടമില്ലാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഈ റബീഉൽ അവ്വൽ മാസം വിട പറയുന്നതിന് മുമ്പേ തന്നെ ആ ഇസ്മുകളൊക്കെ ഒന്ന് മനപ്പാടമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിയിരുന്നിങ്ങനെ പഠിക്കണം അങ്ങനെ പറയുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം 2 നേരം വെച്ച്, രാവിലെ സുബഹി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് സമയമുള്ള സമയത്തൊക്കെ നമ്മളതിങ്ങനെ നോക്കി പാരായണം ചെയ്യുക. നോക്കി നമ്മളിങ്ങനെ ഓതുക. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ. അങ്ങനെ നോക്കി നമ്മൾ എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അതിങ്ങനെ ആവർത്തിച്ച് ഓതിക്കഴിഞ്ഞാൽ നമുക്കത്
എന്താണ് മനപ്പാടവും പെട്ടെന്ന് നമുക്ക് മനപ്പാടമാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന 99 സുന്ദര നാമങ്ങൾ മനപ്പാടമാക്കിയാൽ, അത് മനപ്പാടമാക്കുകയും അതിങ്ങനെ അവൻ ആവർത്തിച്ച് ഓരോ ദിവസവും പറയുകയും ചെയ്താൽ, അതവൻ്റെ വിറുതാക്കി മാറ്റിയാൽ, വിറുതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന കാര്യത്തിനാണ് വിറുതെന്ന് പറയുക, അതിങ്ങനെ അവൻ്റെ വിറുതാക്കി മാറ്റിയാൽ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ അല്ലാഹു തആല യാതൊരു തരത്തിലുള്ള മറയും ഉണ്ടാക്കില്ല. അതായത് മരണപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു വലിയ മാർഗമാണ് ഈ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേര് മനപ്പാടമാക്കുക എന്നുള്ളത്. ഈ 99 പേരിൽ ഓരോ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, വ്യത്യസ്തമായ നേട്ടങ്ങളുണ്ട്. നമ്മളത് പല പേരിൻ്റെയും ആ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ നമ്മുടെ മുൻകാല വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് കേട്ട് അത് ചെയ്ത് നമ്മൾ ഇത്ര എണ്ണം പറയണം എന്ന് അങ്ങനെ എണ്ണം പറഞ്ഞിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പലരും കമൻറ്റിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. മാത്രമല്ല നമ്മൾ ചോദിച്ചിരുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മാണ് ഉസ്താദ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്നത് യാ ലത്തീഫ് യാ അള്ളാ എന്നാണ്, അല്ലെങ്കിൽ യാ റഹ്മാൻ യാ അള്ളാ എന്നാണ്, അല്ലെങ്കിൽ യാ അസീസ് യാ അള്ളാ. അങ്ങനെ പലരും പല ഇസ്മുകൾ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഖൈറും സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ 2 ഇസ്മുകൾ, പ്രധാനപ്പെട്ട 2 ഇസ്മുകളെ പറ്റി വിശദമായി ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോവുകയാണ്. ആ ഇസ്മുകൾ, അതിൻ്റെ അർത്ഥവും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും, അത് ഏതൊക്കെ രൂപത്തിൽ പറയാം, എന്തൊക്കെ പ്രതിസന്ധികൾക്ക് പറഞ്ഞാലാണ് അതിന് ഫലം കിട്ടുക എന്നുള്ള ചെറിയ ഒരു വിവരണം ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതാണ്. അത് നിങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ചെറുതായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, നമ്മളൊക്കെ പറയുന്നൊരു ഇസ്മാണ് യാ മുഹൈമിനു യാ അല്ലാ എന്ന ഇസ്മ. അല്ലെ, നമ്മൾ പറയാറുണ്ടത്, നമ്മളത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നേട്ടങ്ങൾ പലർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട യാ മുഹൈമിനു യാ അല്ലാ, ഒന്നെങ്കിൽ മുഹൈമീൻ എന്ന് പറയാം, അല്ലെങ്കിൽ യാ മുഹൈമിൻ എന്ന് പറയാം, അല്ലെങ്കിൽ യാ മുഹൈമിനു യാ അല്ലാ എന്ന് പറയാം. അങ്ങനെ പല രൂപത്തിലും ഇസ്മുകൾ പറയുന്നവരുണ്ട്. ഏറ്റവും നല്ല രൂപം യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ. യായും ആദ്യം യാ ചേർക്കുക, പിന്നെ ആ ഇസ്മു ചേർക്കുക, അത് കഴിഞ്ഞ് അല്ലാ എന്ന വാക്ക് ചേർക്കുക. അപ്പോൾ യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസു യാ അല്ലാ. അപ്പോൾ ആ ഒരു രൂപത്തിൽ പറയലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എങ്ങനെയാ പറയേണ്ടത്? യാ മുഹൈമിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ. എന്താ അതിൻ്റെ അർത്ഥം? അൽ മുഹൈമിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അടിമകൾക്ക് റിസ്ക് നൽകുന്നവനും അവരുടെ ജീവിതവും അവരുടെ മരണവും എല്ലാം നിയന്ത്രിക്കുന്നവനും അടിമകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് നിലനിർത്തി കൊടുക്കുന്നവനും ആയ അല്ലാഹുവേ എന്നാണ് യാ മുഹൈമിൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം. ഈ യാ മുഹൈമിൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം എന്താണ്? യാ മുഹൈമിൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം റിസ്ക് എത്തിച്ചു കൊടുക്കുന്നവൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ വസ്ത്രം, നമ്മുടെ മക്കൾ എല്ലാം റിസ്ക്കിൽപ്പെടും. അപ്പോൾ റിസ്ക് നമ്മുടെ ജീവിത വിഭവം എന്ന ഈ റിസ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ജീവിത വിഭവം എന്നാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് പറഞ്ഞാൽ ഒരുപാട് നേട്ടം കിട്ടുന്ന ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ യാ മുഹൈമിനു യാ അല്ലാ. പറയുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി പറയണം. ഒരു 3 പ്രാവശ്യം നമുക്ക് പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാ മുഹൈമിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ. റിസ്ക് നൽകുന്നവനെ, ഞങ്ങളുടെ റിസ്ക്കിനെ നീ തടയല്ലേ അല്ലാ. വല്ലാത്ത അർത്ഥമുള്ളൊരു വാക്കാണ്, ഇസ്മാണ് യാ മുഹൈമിനു യാ അല്ലാ. ജീവിതവും മരണവും എല്ലാം നിയന്ത്രിക്കുന്നവനായ അല്ലാ. അല്ലേ, നമ്മുടെ ജീവിതം എങ്ങനെയാവണം, നമ്മുടെ മരണം എങ്ങനെ, എല്ലാം അല്ലാഹു തആലയാണ് നിയന്ത്രിക്കുന്നത്. അതൊക്കെ നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ. ഇനി ഇതാണ് ഇസ്മിൻ്റെ അർത്ഥം. യാ മുഹൈമിൻ യാ അല്ലാ എന്ന ഇസ്മിൻ്റെ അർത്ഥം അതാണ്. ഇനി ഈ ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന ചില നേട്ടങ്ങൾ ഒരുപാട് മഹത്തുക്കൾ എഴുതി വെച്ചു. അതിൽപ്പെട്ട ഒന്നാണ്, ഈ ഇസ്മു ഒരാൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ
അവനിക്ക് കിട്ടുന്ന നേട്ടം, ഒന്നാമത്തെ നേട്ടം, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഇസ്മ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ. യാ അല്ലാഹ്, അതായത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പേര്, ഈ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഇസ്മ അധികരിപ്പിക്കാൻ, ഒരുപാട് പറയാനുള്ള തൗഫീഖ് ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം പറയാറുണ്ട്? അതുകൊണ്ട് പറഞ്ഞോ, ഈ ഇസ്മ പിടിച്ചോ, ഈ ഇസ്മ മുറുക്ക പിടിച്ചോ, യാ മുഹൈമിൻ യാ അല്ലാഹ്. മാത്രമല്ല വീണ്ടും പറയുന്നു, ഏതൊക്കെ വിഷമഘട്ടങ്ങളുണ്ടോ, പ്രതിസന്ധി ഘട്ടങ്ങളിലുണ്ടോ, അതിലൊക്കെ നമുക്ക് നല്ല മനസ്സിന് കട്ടിയുണ്ടാകും, ഈമാൻ ഉണ്ടാകുമെന്നാണ്. പതറിപ്പോവില്ല. എന്തൊരു കടം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ പെട്ടെന്ന് അള്ളാഹിനെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഈ ഇസ്മ മുറുക്ക പിടിച്ചാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അത് തരണം ചെയ്യാനുള്ള ഒരു കട്ടി എന്ന് പറയില്ല, മനക്കട്ടി എന്ന് പറയില്ലേ, മനസ്സിലൊരു ത്വാഖത്ത് അള്ളാഹു തആല തരുന്നതാണ്. ഇനി ഈ ഇസ്മ പറഞ്ഞാൽ, ഈ ഇസ്മ പറയേണ്ട ഒരു രൂപം പറയുന്നുണ്ട്. ഈ ഇസ്മ എങ്ങനെ നമ്മൾ പറയണം? ഒരാൾ ഈ ഇസ്മ പറയുന്നതിന് മുമ്പ് നല്ല രൂപത്തിൽ കുളിച്ചു, നല്ല ശരീരമൊക്കെ വൃത്തിയാക്കി കുളിച്ചു, എന്നിട്ടോ 2 റക്അത്ത് അവൻ നമസ്കരിച്ചു. വെറുതെ ഒരു സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പള്ളി കയറുമ്പോൾ സുന്നത്ത് നിസ്കാരമുണ്ട്, അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് നല്ലതുപോലെ ഒന്ന് കുളിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കില്ല, ഏതായാലും തഹജ്ജുദ് നിസ്കരിക്കുക, അത് ഉദാഹരണം. അല്ലെങ്കിൽ നമ്മൾ കുളിക്കുക നല്ലതുപോലെ, എന്നിട്ട് ദുഹാ നിസ്കരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു 2 റക്അത്ത് നമസ്കാരം, ആ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം 100 പ്രാവശ്യം നല്ല മനസാന്നിധ്യത്തോടെ യാ മുഹൈമിനു യാ അല്ലാഹ് എന്ന ഇസ്മ 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ചർവണം നടത്തിയ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അവൻ്റെ ഹൃദയം ലോലമാകുന്നതാണ്, ശുദ്ധിയാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ടെങ്കിൽ ആ സംഭവിക്കുന്ന കാര്യത്തിലെല്ലാം അല്ലാഹു തആല അവനിക്ക് ഖൈർ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഷർറ് വരാനുണ്ടെങ്കിൽ അല്ലാഹു അവനിക്ക് അത് അറിയിച്ചു കൊടുക്കുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു ഷർറ്, ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റുന്നുണ്ടെങ്കിൽ അവനിക്ക് അല്ലാഹു തആല അത് അറിയിച്ചു കൊടുക്കും. ഇപ്പോൾ പോകണ്ട, എന്തോ ഒരു സംഭവം വരാനുണ്ട്, അങ്ങനെ ഒരു തോന്നൽ അവൻ്റെ മനസ്സിലേക്ക് പടച്ചോൻ ഇട്ട് കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതായാലും നിസ്കരിക്കുകയാണ്, അപ്പോൾ ഒന്ന് കുളിക്കുക, കുളിച്ചതിന് ശേഷം നല്ല നിയത്തൊക്കെ വെച്ച് നല്ലപോലെ നമസ്കരിക്കുക. 2 റക്അത്ത് ഏത് നിസ്കാരമായാലും കുഴപ്പമില്ല. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ ഏതായാലും ദുആരക്കുന്നതിന് മുമ്പ് യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ്, യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന് 100 വട്ടം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു അബദ്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടെങ്കിൽ അത് അല്ലാഹു അറിയിച്ചു തരും. എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ ഉണ്ടെങ്കിൽ അല്ലാഹു അത് അറിയിച്ചു തരും. അതായത് അതിൽ നിന്നൊരു കാവൽ പടച്ചവൻ തരുമെന്ന് നമുക്ക് ഈ ഇസ്മിൻ്റെ മഹത്വം പറയുന്ന കിതാബുകളിൽ കാണാം. പിന്നെയോ വീണ്ടും മഹത്തുക്കൾ പറയുകയാണ്, യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഇസ്മ പതിവായി ഒരു മനുഷ്യൻ ചൊല്ലുകയാണ്. അതിൻ്റെ എണ്ണം പറയുന്നില്ല, പതിവായി അവൻ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് എങ്കിൽ അവനിക്ക് അല്ലാഹു തആല ബുദ്ധി കൂർമ്മതയും ഓർമ്മശക്തിയും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ കരളിൻ്റെ കരളായ എൻ്റെ വിദ്യാർത്ഥിനികളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. എന്ത്? യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ പഠിക്കുന്ന ആ ഒരു പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു 11 വട്ടമോ നമുക്കിഷ്ടമുള്ള, അതിപ്പോൾ എണ്ണം ഇവിടെ പറയുന്നില്ല, നമുക്കൊരു 1, 2, 3 ഒക്കെ പ്രാവശ്യം യാ മുഹൈമിൻ യാ അല്ലാഹ്, പഠിച്ചോടെ ഞാനിതാ പഠിക്കാനിരിക്കുന്നു, എനിക്ക് ഓർമ്മശക്തി തരണേ അല്ലാഹ്, അങ്ങനെ നമ്മൾ ദുആ ചെയ്തിട്ട് പഠിക്കാനിരിക്കും. ഇൻഷാ അല്ലാഹ് വേഗത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി അല്ലാഹു തരുന്നതാണ്. പിന്നെയോ വീണ്ടും ഈ ഇസ്മിൻ്റെ നേട്ടം പറയുകയാണ്. ഒരു മനുഷ്യൻ ഇശാ നമസ്കാരത്തിന് ശേഷം 145 പ്രാവശ്യം ഈ ഇസ്മ പറയുന്നത് പതിവാക്കിയാൽ, എല്ലാ ദിവസവും ഇശാ നമസ്കാരത്തിന് ശേഷം 145 പ്രാവശ്യം യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഇസ്മ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഖത്യായിൽ എന്ന് പറയുന്ന ഒരു മലക്കിൻ്റെ പേരാണ്. അതായത് ഒരു മലക്ക്, ആ മലക്കിനെ ഇവൻ്റെ ഖാദിമാക്കി അല്ലാഹു തആല നിയമിക്കുമെന്നാണ്. അതായത് ഒരു മലക്കിനെ അല്ലാഹു തആല എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എന്തിനാ ആ മലക്ക് ചെയ്യുന്നത്? എന്താ? ഇവനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ മലക്കിൻ്റെ ഒരു സഹായം, അല്ലാഹു തആലയാണ് എല്ലാം സഹായിക്കുന്നത്, അല്ലാഹു ആ മലക്കിനോട് പറഞ്ഞ് ആ മലക്കിൻ്റെ ഒരു സഹായം നമുക്ക് അല്ലാഹു തരുമെന്നാണ്. യാ അല്ലാഹ്, അതുപോലെ
യാ മുഹൈമിൻ എന്താ വളരെ എളുപ്പമാണ്. യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറയാൻ എത്ര നേരം വേണം? വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഇസ്മ എൻ്റെ ഉപ്പമാരെ മുറുകെ പിടിച്ചോ, വലിയ ഖൈറാണ്. പിന്നെയോ സെക്കൻഡ് ലാസ്റ്റായി പറയുന്നു, ഈ ഇസ്മ പതിവാക്കുന്നവന് ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. ഇവൻ്റെ കൂട്ടുകെട്ട് സജ്ജനങ്ങളോടൊപ്പമായിരിക്കും. മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നെല്ലാം കാവൽ കിട്ടാനും ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ നമുക്ക് നേട്ടം കിട്ടുന്നതാണ്. അവസാനമായി ഈ ഇസ്മിൻ്റെ നേട്ടമായി മഹത്തുക്കൾ പറയുന്നു, ഒരാൾ 70 ദിവസം കൊണ്ട് ഈ ഇസ്മിനെ 1,84,096 പ്രാവശ്യം 1,84,096 പ്രാവശ്യം ഈ ഇസ്മ ഒരാൾ പറഞ്ഞാൽ 70 ദിവസം കൊണ്ട് പറഞ്ഞാൽ പിശാചിൽ നിന്നും ശൈത്വാന്മാരിൽ നിന്നും അതുപോലെ ഇവൻ്റെ ശത്രുക്കളിൽ നിന്നും മോശപ്പെട്ട മനുഷ്യരിൽ നിന്നെല്ലാം കാവൽ ഇവനിക്ക് കിട്ടുന്നതാണെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇത് യാ മുഹൈമിൻ യാ അല്ലാഹ് എന്ന ഇസ്മിൻ്റെ നേട്ടമാണ്. ഇനിയുണ്ട് ഒരുപാട് പറയാൻ, ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പറയാം. അപ്പോൾ ഈ ഒരു ഇസ്മ മനസ്സിലായില്ലേ? 6 വട്ടം പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് യാ മുഹൈമിനു യാ അല്ലാഹ്, 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 യാ മുഹൈമിനു യാ അല്ലാഹ്. ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി തരട്ടെ, എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. ഇനി അടുത്ത ഒരു ഇസ്മ കൂടി നമുക്ക് പഠിച്ചാലോ? ഇതാണ് നമ്മളൊക്കെ പറയുന്ന, ഇതൊക്കെ പല ആളുകളും പറയാറുണ്ടാവും, യാ അസീസു യാ അല്ലാഹ്, അല്ലേ? ഇത് കേൾക്കാത്ത ആളുകൾ കുറവാണ്. കാരണം നമ്മുടെ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ മക്കളുടെ നമ്മുടെ അയൽവാസികളുടെ ഒക്കെ പല ആൾക്കാരെയും അസീസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അസീസ്, അവൻ്റെ പേരെന്താ? അസീസ്. ഒരിക്കലും അസീസ് എന്നല്ല, അബ്ദുൽ അസീസ് എന്നാണ്. അസീസ് എന്നല്ല, അസീസ് എന്നാണ്. മലയാളത്തിൽ നമ്മൾ അസീസ് എന്ന് എഴുതൂ, പക്ഷേ പറയുമ്പോൾ അസീസ് എന്ന് പറയണം. നമ്മൾ അസീസ്, അബ്ദുൽ അസീസ് എന്നായിരിക്കും പേര്. അത് വിളിച്ച് അസിയാക്കി, അല്ലേ? അസീസാക്കി, പിന്നെ അസിയാക്കി, അങ്ങനെ കുറച്ചാണ് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അസീസ് എന്നല്ല, അസീസ് എന്നാണ്. അസീസ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ പേര് പ്രൗഢിയുള്ളവൻ എന്നാണ്. പ്രൗഢിയുള്ളവൻ, യാ അസീസ് യാ അല്ലാഹ്, പ്രൗഢിയുള്ള റബ്ബേ എന്നാണ്. ഈ ഇസ്മിൻ്റെ നേട്ടം കേട്ടോ, ഒരുപാട് പറയുന്നുണ്ട്. സുബഹി നമസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം ഈ ഇസ്മ പറഞ്ഞാൽ, 41 പ്രാവശ്യം ഈ ഇസ്മ പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാകൂ. ഐശ്വര്യമുണ്ടാകും, കടങ്ങൾ വേഗത്തിൽ വീട്ടപ്പെടുമെന്ന്. എങ്ങനെയാണ് കടം വീട്ടപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ആ തരത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഒരു സഹായം എനിക്കുണ്ടാകുമെന്നാണ്. 41 വട്ടം സുബഹി നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം ഈ ഇസ്മ പതിവാക്കിയാൽ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, പ്രൗഢിയുള്ളവനെ. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 658, ഇതൊക്കെ ഓരോ മഹത്തുക്കൾ ഇതിൻ്റെ എണ്ണം പറയുന്നതാണ്. അവർക്ക് വെറുതെ പറയൂലല്ലോ, അതൊക്കെ അവർ പഠിച്ചിട്ട് ഇതിൻ്റെ അതതൊക്കെ മനസ്സിലാക്കി പറയുന്നതാണ്. 658 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിലോ അവനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ ഐക്യമുണ്ടാകും, കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ യാ അസീസു യാ അല്ലാഹ്. പിന്നെ വേറൊരാൾ യാ അല്ലാഹു, യാ അസീസു, യാ സലാമു. എങ്ങനെ? യാ അല്ലാഹു, യാ അസീസു, യാ സലാമു. 3 ഇസ്മ. യാ അല്ലാഹ്, അതോ അള്ളാഹിൻ്റെ ഒരു ഇസ്മാൻ. യാ അല്ലാഹു, യാ അസീസു, യാ സലാമു എന്ന ഈ 3 ഇസ്മുകൾ എന്ത് 291 പ്രാവശ്യം 5 വഖത്ത് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷമോ അവൻ എത്ര പ്രാവശ്യം? 291 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ സിഹർ, അതുപോലെ തന്നെ കടം, കണ്ണേറ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വലിയ സലാമത്ത് അവനിക്കുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതാ 3 ഇസ്മ? യാ അല്ലാഹു, യാ അസീസു, യാ സലാമു.
യാ അല്ലാഹു യാ അസീസു യാ സലാം എന്ന് 291 വട്ടം 291 പ്രാവശ്യം ഒരാൾ സുബഹി നമസ്കാരത്തിന് ശേഷമോ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷമോ പറഞ്ഞാൽ അത് ഒരു വട്ടമല്ല, അത് പറയൽ നിത്യമാക്കി കഴിഞ്ഞാൽ. കാരണം 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഒരു പക്ഷേ ഇത്രയും വട്ടം പറയാൻ ഒരാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഇളവ് തന്നത്. എന്ത്? സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ ആയാലും കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ എത്ര? 291 പ്രാവശ്യം പറഞ്ഞാൽ ഏതൊക്കെ? യാ അല്ലാഹു യാ അസീസു യാ സലാം, ഈ 3 ഇസ്മ അത് പറഞ്ഞാൽ അവൻ്റെ സിഹ്ർ പരമായ, കണ്ണേറുപരമായ, കടംപരമായ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യം നേടിക്കിട്ടാനുണ്ടെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മൾ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എന്ത്? അതിൻ്റെ പേര് 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഹാജത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഹാജത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് കണ്ടുപോക്കാം. അപ്പോൾ അതിൻ്റെ രൂപം കോലമൊക്കെ അറിയാം. വേറെ ഒന്നുമില്ല, നിയ്യത്തിലുള്ള വ്യത്യാസം. 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഹാജത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അതാണ് നിയ്യത്ത്. ഖിബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അങ്ങനെ നിയ്യത്ത് വെക്കുക. എന്നിട്ട് ഫാത്തിഹ, പിന്നെ അറിയാവുന്ന സൂറത്ത് അതൊക്കെ ഓതി നമ്മൾ എന്ത് ചെയ്യാം? ആ നിസ്കാരത്തിന് ശേഷം 6666 വട്ടം 6666 വട്ടം യാ അസീസു എന്ന ഇസ്മ അക്ഷരസ്ഫുടതയോടെ മാറിപ്പോയി. യാ അസീസു എന്നാ പറഞ്ഞത്, യാ അസീസു സാഉന്നം, യാ ഐനാണ്, ആയല്ല, അസീസ് അലിഫല്ല ഐനാണ്, സായല്ല സായാണ്. അപ്പോൾ യാ അസീസു എന്ന് നല്ല രൂപത്തിൽ 6666 വട്ടം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്ത് ആവശ്യമാണെങ്കിലും അള്ളാഹു നിർവഹിച്ചു തരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. മാത്രമല്ല, നേതാക്കന്മാരായ ആളുകളോ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന ആളുകളോ ഈ ഇസ്മ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തൊടുന്നതെല്ലാം വിജയത്തിലാകും. എത്ര നേട്ടമാണ് ഈ ഇസ്മുകൾക്ക്! ഇതൊന്നും അറിയില്ല നമുക്ക്, അല്ലേ? എത്രയോ നേട്ടങ്ങൾ, ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ 2 ഇസ്മു പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് യാ മുഹൈമിൻ യാ അല്ലാ എന്ന ഇസ്മും യാ അസീസു യാ അല്ലാ എന്ന ഇസ്മിൻ്റെ ഒരുപാട് നേട്ടങ്ങളാണ്. അപ്പോൾ പറയാത്ത നിരവധി നേട്ടങ്ങൾ ഇനിയുമുണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ഈ ഒരു ഇസ്മുകൾ ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ നേട്ടം ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഇസ്മുകൾ മനഃപ്പാഠമാക്കാനും അതൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചത് പറയാനും, പറയുന്ന സമയത്ത് ഓരോ ഇസ്മു പറഞ്ഞാലും എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് ജീവിതത്തിൽ കിട്ടാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ഈ ഇസ്മുകളൊക്കെ നമ്മൾ മക്കളോട് പറയാൻ പ്രത്യേകം ഉണർത്തുക. കാരണം അവരൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഇസ്മ. പ്രത്യേകിച്ച് യാ മുഹൈമിൻ യാ അല്ലാ, യാ അസീസ് യാ അല്ലാ, അത് മക്കൾക്ക് വളരെ ഗുണമുള്ളതാണ്. പിന്നെ കടം മാറാനും സിഹർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് നേട്ടങ്ങൾ, പറയാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റ് ഇസ്മുകൾ പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകളാണ് ഉസ്താദെ പ്രത്യേകം ദുആരക്കണേ. അതുപോലെ ഇപ്പോൾ ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഈ പ്രഭാഷണത്തിനൊക്കെ വേണ്ടി പോയപ്പോൾ നിരവധി വീടുകളിലൊക്കെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു. അതുപോലെ തന്നെ പ്രഭാഷണത്തിന് ശേഷം പല ഉമ്മമാരും അതുപോലെ ഒരുപാട് ഉപ്പമാരും ഒക്കെ ഉസ്താദെ ഇന്നറിഞ്ഞ വിഷമമുണ്ട്, പ്രത്യേകം ദ്വാരക്കണേ എന്നൊക്കെ ഒരുപാട് ദുആവസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ ദുആവസിയത്ത് പറഞ്ഞവരുടെയും പിന്നെ നമ്മുടെ കമൻ്റായി ദുആവസിയത്ത് പറഞ്ഞ എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി കൊടുക്കട്ടെ. ഹലാലായ മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.